നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പം എനിക്ക് ചിക്കൻ ബോക്സ് വരുമോ? ഉറപ്പായിട്ടും വരും. ചിക്കൻ ബോക്സിന് ഇത്ര കുറ്റം പറഞ്ഞല്ലേ? ഇപ്പൊ തന്നെ മുഖത്ത് 1-2 കുരുക്കള് പൊങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒന്ന് കണ്ണാടി നോക്കിയേ. ശരിയാ അല്ലേ? സച്ചിൻ, എന്നെ വെറുതെ പേടിപ്പിക്കല്ലേ. സച്ചേട്ടൻ പറയുന്നത് സത്യമെന്നാ എനിക്കും തോന്നുന്നത്. ഇത് അതിന്റെ തന്നെയാന്ന് തോന്നുന്നു. എന്തായാലും ഒരു ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും. എനിക്ക് അങ്ങനെയൊന്നും വരില്ല. അതിനും ഞാൻ ചിക്കൻ ബോക്സിന്റെ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോ വരാം. എന്തായാലും ആള് നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. എന്താടാ ദൈവമേ, ഇനി ഇത് ചിക്കൻ ബോക്സിന്റെ വല്ല സിംറ്റംസും ആണോ? എന്തായിച്ചി, പേടിയുണ്ടോ? ഞാനെന്തിനാ പേടിക്കുന്നേ? ഈ വീട്ടിലെ ചിക്കൻ പോക്സ് വരുമെന്ന് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ചേച്ചിക്കാ. അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണാടി നോക്കുന്നേ. ഒന്ന് പോയി അവിടുന്ന്. എനിക്ക് അസുഖം വന്നാൽ ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവും, അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കില്ല. അസുഖം വരുന്നതിന് തൊട്ടു മുൻപ് വരെ എല്ലാവരും ഇങ്ങനെ പറയും. അസുഖം വന്നു കഴിയുമ്പോ കാണാം കിടന്ന് നിലവിളിക്കുന്ന. ഇനിയെങ്കിലും മറ്റുള്ളവരെ പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതും ദൈവം ഇതൊന്ന് നിർത്ത ചേച്ചി. നീ എന്റെ അനിയത്തി തന്നെയാണോ? ഒരു കാര്യം ഞാൻ പറയാം, അവളുമാരുടെ കൂടെ ചേർന്ന് എന്റെ നേരെ കുറച്ചാലുണ്ടല്ലോ, കൂടപ്പിറപ്പാണെന്നുള്ളത് ഞാനങ്ങ് മറക്കും. അല്ലെങ്കിൽ തന്നെ ചേച്ചി എപ്പോഴാ എന്നെ സ്നേഹിച്ചിട്ടുള്ളത്? ചേച്ചിക്ക് എപ്പോഴും സ്വന്തം കാര്യം മാത്രമായിരുന്നു വലുത്. ചേച്ചിയുടെ അനിയത്തി ആയതുകൊണ്ട് തന്നെയാ ഞാൻ ഈ വീട്ടിൽ വന്നത്. ഇവിടെ വന്ന് അർച്ചനേട്ടത്തിയോടും ആതിരയോടും സ്നേഹയോടും ഒക്കെ അടുത്തിടപഴകിയപ്പോഴാ സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ചേച്ചിയുടെ മനസ്സിൽ പകയും വിദ്വേഷവും മാത്രമേ ഉള്ളൂ. നിന്റെ ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ മനസ്സിൽ പകയുണ്ട്, ഈ കുടുംബത്തോടും ഇവിടെ ഉള്ളവരോടും. ഇവിടെയുള്ളവര് നമ്മളോട് എന്ത് തെറ്റ് ചെയ്തു? ചേച്ചി കേട്ടതും അറിഞ്ഞതും ഒന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം മാത്രം ചേച്ചി മനസ്സിലാക്കിയാൽ മതി. ഇതുപോലൊരു വീട്ടില് നന്ദേട്ടനെ പോലെ സ്നേഹമുള്ള ഒരാളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഒരു അവസരം ചേച്ചിക്ക് കിട്ടിയില്ലേ? സ്വന്തം ജീവിതം എറിഞ്ഞുടച്ച് കളയരുത്. ഈ ജീവിതത്തിന്റെ വില എത്ര വലുതാണെന്ന് ചേച്ചിക്കിപ്പോ മനസ്സിലാവില്ല. അത് മനസ്സിലാകുമ്പോ കയ്യിൽ ഈ ജീവിതം ഉണ്ടാവില്ല. ഒരു കുടുംബജീവിതം ഉണ്ടാക്കി സുഖിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി തന്നെയാ. അതിനിടയില് നീ എന്റെ ശത്രുപക്ഷത്ത് നിന്ന് എന്നെ തകർക്കാൻ നോക്കാണോ? ഞാൻ ശത്രുപക്ഷത്തല്ല, സ്നേഹത്തിന്റെ പക്ഷത്താ. ഒരു കാര്യം ചേച്ചി ഓർത്താ മതി, ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന പദവി മാത്രമേ ഉള്ളൂ ചേച്ചിക്കിപ്പോ സ്വന്തമായിട്ട്. അത് മറക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.